വാസ്തു വാസ്തു എന്ന് പറഞ്ഞ നാട്ടുകാരെ പട്ടിയെ പോലെ വാസ്തു വരുത്തിയല്ലോ നീ. സോറി ജാനി. തല്ലിയത് മതി കേട്ടാ, തല്ലി കൊല്ലല്ലേ. ഇനി ഉമ്മാടെ തല്ലിക്കഴിഞ്ഞാലേ എല്ലാം വടിയായി കിടക്കൂടെ. മോനെ സൂരി, കുറച്ച് സമയം എനിക്കിതാ. ഈ കള്ള തിരുമാലികൾക്കേ എന്റെ നടനത്തിന്റെ വിശ്വരൂപം ഞാനങ്ങ് കാണിച്ചു കൊടുക്കാം. ശരി, കാണിക്ക്. എടാ, നിന്റെയൊക്കെ കണ്ണുകൾ പിഴുതെടുക്കും, നിന്റെയൊക്കെ നാവ് അരിഞ്ഞെടുക്കും, നിന്റെ വയറ് കീറി കൊടലെടുത്ത് ഞാൻ മാലയായിടും, 2 കാലുകൾ അകത്തി വെച്ച്. നിർത്തിയേട്ടാ, വെറുതെ BP കൂട്ടുന്ന. മതി മതി, സമാധാനിക്ക്. അവന്മാർക്ക് ഇത്രയും നേരം കൊണ്ട് തല്ലിനേക്കാളേ ഈ സംസാരം കേട്ട് ചിലപ്പോ പേടിച്ച് ചത്തുപോവാ പാവങ്ങള്. ഞങ്ങളെ വിട്ടേക്ക് ചേട്ടാ, ഇവരുടെ ഒന്നും സംസാരം സാധാരണ ആൾക്കാരെ പോലെ അല്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? നിർത്ത്. കള്ളന്മാരെ പിടിച്ച് എന്ത് ചെയ്യണോന്ന് ചോദിക്കുന്നതിന്റെ കാര്യം എന്ത്? നേരെ പോലീസിന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കേ വേണ്ട ഉമാരെ. പോലീസിലൊന്നും പിടിച്ചു കൊടുക്കണ്ട. കേസും സാക്ഷികളൊക്കെ ആയിട്ടേ കോടതി കയറി ഇറങ്ങേണ്ടി വരും. ചേട്ടൻ അതിനുള്ള സമയമുണ്ടോ? പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? തൽക്കാലം ഇവന്മാരെയൊക്കെ എന്റെ ഗ്യാങ്ങിലുള്ള പിള്ളേരെ വെച്ച് ഞങ്ങളുടെ ഏരിയയെ കൊണ്ടുപോയിട്ടെ 4 എണ്ണം കൊടുത്ത് എവിടെയെങ്കിലും ചുരുട്ടി കൂട്ടി കൊണ്ട് കളഞ്ഞേക്കാം. തൽക്കാലം അത് മതി. ഇവന്മാരിനി ജീവിതത്തിൽ ഒരിക്കലും കാക്കാൻ ഇറങ്ങാത്ത പോലെ ആക്കണം സൂരി. ഞങ്ങളെ വിട്ടേക്ക് ചേട്ടാ, ഞങ്ങൾ നിങ്ങളുടെ കാല് പിടിക്കാം. അതെ, ഞങ്ങൾക്ക് വെറും പാവങ്ങളാ. ഇവിടെ കക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് എന്താ ഉണ്ടായേ? ചേട്ടന് യൂത്താണോ? യൂത്ത് തന്നെ. നിങ്ങളുടെ കൂട്ടത്തിലെ ഗ്യാങ് ലീഡർ ആരാ? എന്നെ പെടുത്തിയല്ലേ വൃത്തികെട്ടവന്മാരെ. എനിക്ക് ചെറിയ പ്രായം മുതലേ ഈ കള്ളന്മാരെയും കള്ളന്മാരുടെ കഥകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പൊന്നേട്ടാ, നിങ്ങൾക്ക് തല്ലണമെങ്കിൽ ഞങ്ങൾ തല്ല്, ഇല്ലെങ്കിൽ പോലീസിൽ പിടിച്ചു കൊടുക്ക്. അല്ലാതെ വെറുതെ ഇങ്ങനെ തമാശ പറഞ്ഞോണ്ടിരിക്കല്ലേ ചേട്ടാ. നിന്നെ കൊണ്ടൊക്കെ എങ്ങനെ പറയിക്കണോന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. എടാ, പോയി എടുത്തിട്ട് വന്നേ. എന്തെടുത്തിട്ട് വരാൻ പോകുന്നു? 1 മണിക്കൂർ നേരം നിങ്ങൾ പിടിച്ചു വെച്ചതല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിട്ടേക്കണം. ചേട്ടാ കുറച്ച് എനിക്ക് പറയാനുള്ളത് കൊത്തകോടം സ്ഥലത്തിനെ കുറിച്ചാ. പിന്നെ അത് മാത്രമല്ല, ഞാൻ പവൻ കല്യാണിന്റെ കട്ട ഫാനാ. പവൻ കല്യാണിന്റെ ഫാനാ? അതിനെന്താ, ഞാനും പവൻ കല്യാൺ ഫാൻ തന്നെയാ. കള്ളന്മാരിലും പവൻ കല്യാണിന്റെ ഫാൻസ് ഒക്കെ ഉണ്ടോ? എന്റെ പൊന്നേട്ടാ, കള്ളന്മാരുടെ ഇടയിൽ മാത്രമല്ല, വലിയ വലിയ മഹാന്മാരില്ലേ, അവരുടെ ഇടയിൽ പോലും ഉണ്ട് ഇദ്ദേഹത്തിന്റെ ഫാൻസ്. വേറെ ലെവലല്ലേ. ശരി ശരി, നീ ബാക്കിയുള്ള കഥ പറ. കണ്ടില്ലേ, ഈ നിൽക്കുന്നതാണ് എൻ്റെ അച്ഛൻ. പേര് ബാബുരാജ്. കരി ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവനും അവന്റെ ഒരു ഷർട്ടും അവന്റെ ഒരു താടിയും അവന്റെ ഒരു ഷൂസും അവന്റെ ഒരു കോലവും പക്ക കാട്ടുപന്നിയുടെ അതേ ലുക്ക്. ചെറിയമ്മേ, ക്ലീൻ ചെയ്തൊക്കെ മതി, പോയിട്ട് ചായ എടുത്തിട്ട് വാ. ഇപ്പൊ എടുത്തിട്ട് വരാം. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ചെറിയമ്മ. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ മരിച്ചു പോയതുകൊണ്ട് ചെറിയമ്മയെ കല്യാണം കഴിച്ചു എൻ്റെ അച്ഛൻ. പാവം, കുട്ടികളുണ്ടാവാതിരിക്കാൻ എനിക്ക് വേണ്ടി ഓപ്പറേഷൻ വരെ ചെയ്തു. അത്രയ്ക്ക് സ്നേഹം എന്നോട്. എപ്പ നോക്കിയാലും പവൻ കല്യാണിന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കും. വേറെ ഒരു പണിക്കും പോകരുത് കേട്ടോ. അച്ഛാ, അച്ഛന് കള്ള എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് പവൻ കല്യാണം. എടാ, നിന്റെ പ്രായത്തിലുള്ള ആ മല്ലയ്യയുടെ മോൻ രമേശ്, അവൻ അമേരിക്ക ജോലിക്ക് പോയി 10 പൈസ സമ്പാദിച്ച് ആ മല്ലേശന് കാശ് അയച്ചു കൊടുക്കുന്നുണ്ട്. അവൻ ഇവിടെ ബംഗ്ലാവ് പോലെ ഒരു വീടും വെച്ച് 1 ഒരു കാറും വാങ്ങി. അതേടാ, ആ രമേശന്റെ അമ്മ യശോദയില്ലേ, എന്നും നമ്മുടെ അടുത്ത് കറിയും ചോദിച്ചോണ്ട് വരും. ഇപ്പോഴാണെങ്കിൽ എന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. എല്ലാ ഫംഗ്ഷനിലും വന്ന് എല്ലാവരുടെയും കുറ്റം പറഞ്ഞോണ്ടിരിക്കും. അത് കഴിഞ്ഞാലോ, എന്റെ മോൻ പഠിച്ചു, ഞങ്ങളുടെ അന്തസ് ഇത്രയാ, ഇതൊക്കെ പറഞ്ഞൊരു പൊങ്ങച്ചോ. നീയും 10 കാശ് സമ്പാദിച്ചോണ്ട് വന്നാ ബംഗ്ലാവ് പോലത്തെ വീട് നമുക്ക് വെക്കാം, കാറും വാങ്ങിക്കാം എന്നും പറഞ്ഞ് ഞാൻ നിന്നോട് അമേരിക്കയ്ക്ക് പോയി ജോലി ചെയ്യാനൊന്നും പറയൂല. നമ്മുടെ തൊട്ടടുത്തുള്ള ടൗണിലേക്കെങ്കിലും പോയി 10 പൈസ സമ്പാദിച്ചൂടെ? നോക്കിയാച്ചാ, രമേശൻ അവന്റെ അച്ഛനെ എന്റെ പോലെ ഊള സ്കൂളിലല്ല, നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ടാ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് അവനെ കോളേജിൽ വിട്ട് അവൻ ഇഷ്ടമുള്ള കോഴ്സ് പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അച്ഛനെന്ത് ചെയ്ത് എന്നൊരു ഊള സ്കൂളിലും കോളേജിലും വിട്ട് എന്റെ ഭാവി തന്നെ തൊലച്ചു കളഞ്ഞില്ലേ. എന്നിട്ട് ഇപ്പൊ പറയുന്നത്, കണ്ണി കണ്ടവരുടെ പറമ്പിൽ നിൽക്കുന്ന പൂത്തുകാഴ്ച നിൽക്കുന്ന നല്ല മാവിലെ മാമ്പഴത്തിന്റെ ഭംഗി നോക്കി എന്റെ പറമ്പിൽ നിൽക്കുന്ന മരത്തിൽ കൊട്ടക്കായും പുളി മാത്രമുള്ളൂ പറഞ്ഞ എങ്ങനെ ശരിയാവാനാ? എന്താ ബാബുരാജെ, മോനെ ഉപദേശം നന്നാക്കാൻ നോക്കാ. ജാനി വല്ല ജോലിക്ക് പോക്കൂടെ?
നിങ്ങളുടെ മോൻ ഒരു ജോലിക്ക് പോകുന്നോണ്ടായിരിക്കുമല്ലേ. പക്ഷെ അവന്റെ പോലെ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ പിറകെ ചുറ്റുന്ന പരിപാടി ഒന്നും എനിക്കില്ല. പോവാൻ നോക്കി. എടാ ബാബു, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, പിന്നെ കാണാം. പെട്ടെന്ന് പോവാൻ നോക്ക്. എടാ ജാനി, നിനക്കിത്തിരി വിളച്ചിൽ കൂടുന്നുണ്ട് കേട്ടോ. നിന്റെ ഈ എടുത്തിയാട്ടം നീ ആ ജോലിയിൽ കാണിക്കടാ. നീ കൂടുതലൊന്നും പറയണ്ട, ബസ് കയറുന്നു, ജോലിക്ക് പോകുന്നു. അതേടാ മോനെ ജാനി, ഹൈദരാബാദ് പോയി കൈ നിറയെ കാശ് സമ്പാദിച്ചു വാ. വേഗം പോയിക്കോ. അതാവുമ്പോ എന്തോ എനിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിടാം, മേല് നിറയെ കുറെ സ്വർണം വാങ്ങിച്ചിടാം. അത് കണ്ടാ യശോദയുടെ കണ്ണു തള്ളിപ്പോണം. ഈ കുടുംബത്തിന്റെ പേര് നിലനിർത്തണം. കുടുംബത്തിന്റെ പേര് നിലനിർത്തണമല്ലേ? ആയിക്കോട്ടെ. അതിനുശേഷം ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ലാതെ എൻ്റെ അച്ഛനും ചെറിയമ്മയും പറഞ്ഞതുപോലെ ഹൈദരാബാദിൽ പോയി കാലു. What? You don't know English? Get out. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കില്ലെങ്കിലും നന്നായിട്ട് ജോലി ചെയ്യും മാഡം. Please get lost. ശരി, എന്നാ പിന്നെ ഇംഗ്ലീഷും കൂടി പഠിച്ചേക്കാന്ന് വിചാരിച്ചു ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലും പോയി ചേർന്നു ഞാൻ. അവിടെ വെച്ചാണ് കാണുന്ന ഈ മണ്ടന്മാരെയൊക്കെ. Hey, you, get up. Get up. Tell me about yourself. How you told easily, I don't know. Hey, you, get up. Tell me about yourself. അച്ഛന്റെ പേര് ബാബുരാജ്, എന്റെ പേര് ജാനി. Hey, English. മലയാളത്തിൽ പറയാൻ പറഞ്ഞ ഞാൻ എന്ത് വേണേലും പറയാം സാറ്. അതായത് നിനക്ക് ഈ കക്കാനൊക്കെ പഠിപ്പിച്ചു തന്നത് ഇവന്മാരാണല്ലേ? ഏയ്, ഇവരൊന്നല്ല ഏട്ടാ. പിന്നാരാ? എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തൊരു കഫേ ഉണ്ടായിരുന്നു. അവിടെ ഗാഞ്ചാ സീൻ എന്ന് പറഞ്ഞൊരു പിക് പോക്കറ്റുകാരനുണ്ടായിരുന്നു. അവൻ പതിയെ എൻ്റെ നല്ലൊരു ഫ്രണ്ടായി. അവനെ എനിക്ക് മോഷണം എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ആ ഗ്യാങ്ങിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നു. ഈ വിവരമില്ലാത്ത 4 എണ്ണങ്ങളുടെ കൂടെ ചേർന്ന് ചെഡ്ഡി ഗ്യാങ് അവതാരം എടുത്തു. എന്തോ നാട ഒന്ന് മര്യാദ. ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും കളവ് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല ജാനി. നിനക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നീ എടുത്തോ. പക്ഷെ അച്ഛനും ചെറിയമ്മയ്ക്കും വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതിൽ തൊടാൻ നിൽക്കരുത്. എടാ, നമ്മൾ ഇങ്ങനെ മോഷണം നടത്തിക്കൊണ്ടിരുന്നാലേ എത്രയും പെട്ടെന്ന് കോടീശ്വരനാവാതെ. ഈ ചില്ലറ സാധനങ്ങൾ വെച്ചിട്ട് നീ കോടീശ്വരനാവുന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്ന മണ്ട. എടാ റൗഡ്, എന്താടാ? നമുക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തേക്കാം. മൊബൈൽ ഫോൺ, ഷൂസ്, ചെരുപ്പ്, അത് ലേഡീസ് ചെരുപ്പാണേ. എന്ത് നോക്കിയിരിക്കാ പറ, ഒന്ന് വേഗം പറയുന്നുണ്ടാ. ജാനി, എന്തോന്നാടാ? ഒന്ന് നോക്കിയടാ. എന്ത് നോക്കാനാ? അത് ഈ സെക്ഷൻ മിസ്സായി പോയി. ഈ സെക്ഷൻ മിസ്സായി ഇപ്പൊ. ഈ സെക്ഷൻ ഏത് സെക്ഷനാന്ന് മര്യാദയ്ക്ക് തെളിച്ചു പറ. അത് പിന്നെ ഇന്നേഴ്സ് ജാനി. എന്റെ ഊരി തന്നാ മതിയാ? പെൺകുട്ടിക്കല്ലേ ജാനി? എന്ന് ഇവന്റെ ആയാലോ? വാസ്തുപ്രകാരം ഇവന്റെ ആ പെൺകുട്ടിക്ക് ചേരില്ല ജാനി. ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് ഒന്ന് പോയി. ഇപ്പൊ രാത്രി 12 മണിയാവാൻ പോവാ. അതെ അതെ. ഇനി പഠിച്ചു മാറ്റിട്ട് വരാന്ന് വിചാരിച്ച് ഇറങ്ങിയാലും ഈ സമയത്ത് ലേഡീസ് കടകളൊന്നും തുറന്നുണ്ടാവില്ല. ഇവൻ നിനക്ക് ഇപ്പൊ തന്നെ. അത് പിന്നെ ഞാൻ ജാനി, എടോ മാറ ജാനി. ജാനി പ്ലീസ് ജാനി, നീ അല്ലാണ്ട് എനിക്ക് വേറെ ആരുമില്ല ജാനി. ജാനി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്ന് സമാധാനിക്കണം. എന്റെ ദൈവമേ, എനിക്ക് എന്തിനാ ഈ വിധി? ഒരു വശത്ത് അച്ഛനും ചെറിയമ്മ, ഇവിടെയാണെങ്കിൽ ഈ മണ്ടന്മാര്. എടാ, പിന്നെ വേറെ ഒന്ന് പറയടാ. അതെ, എല്ലാം വാ. സമയം നോക്കിയേ, ഈ കിടക്കുന്നതിൽ ഏതൊക്കെ എടുക്കണ്ടേ? എടാ, അതിലേതാ വേണ്ടെന്ന് നീ പറഞ്ഞില്ലല്ലോ. എല്ലായിടത്തും ഒന്നും കളയണ്ട. എല്ലാം എടുത്തിട്ട് വാടാ. എടുത്തോ. എറി, എറി. എന്താ ഇത് മതിയോ? മതി മതി. ലേഡീസ് ഹോസ്റ്റലിൽ ചെട്ടി ഗ്യാങ് എത്തിയിരിക്കുന്നു. വ്യത്യസ്തമായി ജെട്ടികൾ മാത്രം മോഷ്ടിച്ച് അവർ രക്ഷപ്പെട്ടു. മറ്റൊന്നും മോഷണം പോയിട്ടില്ല എന്നാണ് ഹോസ്റ്റൽ വാർഡൻ. ഇവര് ലോക്കൽ ജെട്ടി ഗ്യാങ് ആണ് സർ. തിരിച്ചറിയാതിരിക്കാൻ മുഖത്തൊക്കെ ചായം തേച്ചാണ് വന്നത്. ഏതെല്ലാം തരത്തിലും സൈസിലുള്ള കള്ളന്മാരായിപ്പം നമ്മുടെ നാട്ടില് ഉണ്ടായി വരട്ടെ സാർ. അവരൊക്കെ ഉണ്ടായാലല്ലേ നമ്മൾ പോലീസുകാർക്ക് ജോലിയുള്ളൂ.